താങ്കൾ കുറച്ചു നേരത്തെ ഈ ഭരണഘടനാ മൂല്യങ്ങളെ പറ്റിയും അംബേദ്കറിനെ പറ്റിയൊക്കെ വളരെ വാചാലമായി സംസാരിച്ചു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഇന്ത്യൻ ഭരണഘടനയെ കുന്തവും കൊടച്ചക്രവും എന്ന് പറഞ്ഞാണ് ആക്ഷേപിച്ചത്. എന്നിട്ട് അതിനെതിരെ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ സമരത്തെ തുടർന്ന് അയാൾ ആ മന്ത്രിസ്ഥാനം രാജിവെച്ച് കഴിഞ്ഞ് ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇന്ത്യൻ ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ ഈ സജി ചെറിയാനെ അതിനെതിരെ ഒരു വാക്കുപോലും പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് തള്ളി പറയാത്തത്? എന്നിട്ട് ആ മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടും കൂടി തന്നെ വീണ്ടും അയാൾ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പം നിങ്ങൾ എന്ത് ധാർമ്മികതയുടെ ഈ വരുന്ന പാർലമെന്റ് ഇലക്ഷനിൽ നിങ്ങൾ എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ വോട്ട് ചോദിക്കാൻ പോവുക കേരളത്തിലെ ജനങ്ങളോട്? നല്ല ചോദ്യമാണ്. നമ്മൾ സാധാരണ പറയൂലേ, നമ്മുടെ നാട്ടിലെ ഒരാൾ നിങ്ങളീ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖരനെ പോലെയോ അല്ലെങ്കിൽ UDFൻ്റെ ശശി തരൂരിനെ പോലെയുള്ള സ്ഥാനാർത്ഥികളല്ല, ജനപ്രതിനിധികളല്ല നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികൾ. സജി ചെറിയാൻ ചെങ്ങന്നൂരിലെ സാന്ത്വന പ്രവർത്തനം, ആലപ്പുഴ ജില്ലയിലെ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ജനകീയ നേതാവാണ്. പാർലമെന്റിൽ പറഞ്ഞു തീരട്ടെ സുഹൃത്തെ വെടിപൊട്ടിക്കാതെ, തോക്കിനടുത്ത് കയറി വെടി പൊട്ടിക്കണ്ട, നമുക്ക് പറഞ്ഞു തീർക്കാം, സമയമുണ്ട്.